2016 ഏപ്രിൽ 28-നായിരുന്നു പെരുമ്പാവൂരിലെ ജിഷ ക്രൂരമായ ബലാത്സംഗത്തിനിരയായത്. ജിഷ മരിക്കുന്നതിനും 2 വർഷം മുമ്പ് കേരളത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊന്നായ പൂവറ്റൂർ പടിഞ്ഞാറേ മാവടിയിൽ സുധാ സുരേന്ദ്രൻ എന്ന യുവതിയും ഇതുപോലെ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതും ജിഷ കൊല്ലപ്പെട്ടതുപോലെ. സാധാരണക്കാരിയായ ഈ പെൺകുട്ടിക്കുണ്ടായ ദാരുണ മരണം ഒരുപക്ഷെ ജിഷയുടെ മരണം കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞതുപോലെ സുധയുടെ മരണം കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. സെക്ഷലായി ക്രൂരമായ പീഡനങ്ങളാണ് ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടത്. സുധയുടേത് ആത്മഹത്യയാണെന്നാണ് പോലീസ് ഭാഷ്യം. കുട്ടിയുടെ പ്രൈവറ്റ് ഭാഗത്തൂടങ്ങ് കുടല് വരെ ഉള്ള വലിയ മുറിവുണ്ടായിരിക്കാം. ക്ലിയറായി എവിഡൻസ് നശിപ്പിക്കുക. എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തൊരു വെറുതെ എടുക്കുന്നു. പൂത്തൂരിലെ ഒരു കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരിയായിരുന്നു സുധ. സുധയുടേത് ആത്മഹത്യയാണെന്നാണ് പോലീസ് ഭാഷ്യം. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മാത്രം പ്രശ്നങ്ങളൊന്നും തന്നെ സുധയ്ക്കോ സുധയുടെ കുടുംബത്തിനോ ഉണ്ടായിരുന്നില്ല. ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല. വീട്ടിൽ യാതൊരു വഴക്കില്ലായിരുന്നു, ഒരു വയ്യാവരിയില്ല, മറ്റുള്ള കാര്യങ്ങളില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഇവിടുന്ന് പോയത്. വഴക്കുണ്ടാക്കി ഇറങ്ങി പോയതല്ല, പിണങ്ങി പോയതല്ല. നല്ല മോടെ ഇവിടെ തുണിയെല്ലാം കഴുകി എല്ലാം റെഡിയാക്കി ഒരു ശമ്പളം കിട്ടാറുണ്ട്. അമ്മ ചായ ഉണ്ടാക്കി പോയി, ഞാൻ എന്തെങ്കിലും നിന്നോട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് പോയി ശമ്പളം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയത്. ഞങ്ങൾക്കെല്ലാം അറിയാൻ തരാണ്. കാരണം വേണ്ട തൊട്ടപ്പുറത്ത് വേറെ താമസം ഞങ്ങൾ താമസിക്കുന്നത്, തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങൾ താമസിക്കുന്നത്. ഒരു സംസാരം പോലും അവിടെ ഞങ്ങൾ കേൾക്കാറില്ല. അവരവരുടെ കാര്യം നോക്കി അവർ ജീവിക്കുന്ന വ്യക്തികളാണ്. സുധ ആദ്യമായിട്ട് അൽഫോൺസ കശുവണ്ടി ഫാക്ടറിയിൽ ഒരു തൊഴിലാളിയായിരുന്നു. മറ്റു തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഉള്ളൊരു കുട്ടിയല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കശുവണ്ടി ഫാക്ടറിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് ജോലിക്ക് പോയി. വീട്ടിൽ നിന്ന് പറയാതെ പോയത്. പിന്നെ ഇങ്ങനെ ആലപ്പുഴ ജോലി കഴിഞ്ഞാണ് വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ഇത് വീട്ടിൽ ഉണ്ടായിട്ടില്ല. വീട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ട് കാര്യം ഉണ്ടായിരുന്നേ ഉള്ളൂ. പക്ഷെ വീട്ടിൽ ഒന്നും വിഷയമൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് അവൾ പോയതന്നെ, ജോലിക്ക് പോയതന്നെ നല്ല ജോലിയൊക്കെ ആയിട്ട് ഇച്ചിരി കാശ് കിട്ടിയ ഇച്ചിരി നല്ലപോലെ ജീവിക്കാൻ വേണ്ടിയതാണ് സംഭവം. ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവൾ ഇവിടം വരെ വരണമെന്നില്ല. പെരുമ്പാവൂർ ജിഷയുടെ മൃഗീയമായ കൊലപാതകത്തിന് മുമ്പ് ഒരുപക്ഷെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജിഷയോടെ പോലെ തന്നെ ജീവിത സാഹചര്യങ്ങളുള്ള ഒരു വീട്ടിൽ വളർന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ദാരുണമായ കൊലപാതകം ഒരുപക്ഷെ കേരളത്തിലെ ഈ ഉൾനാടൻ ഗ്രാമത്തിൽ അല്ലാതെ പുറത്തേക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അതിലും അപ്പുറത്തേക്കുള്ള ക്രൂരമായ കൊലപാതകമാണ് ഈ പെൺകുട്ടിയെ കൊല്ലപ്പെടുത്തിയിരിക്കുന്നത്. മരണത്തെക്കുറിച്ച് അറിഞ്ഞത് അന്ന് പത്രത്തിൽ വാർത്ത വന്നിരുന്നു. പിന്നെ ഇവിടെ ഉള്ളവർ, സോനു അടക്കമുള്ളവരെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെ കാണാനില്ല. അപ്പോൾ ആ ബോഡി ഞാങ്കടവ് പാലത്തിൻ്റെ സൈഡിൽ അടിഞ്ഞു വന്നിട്ടുണ്ടെന്നും ഒക്കെയുള്ള വിവരങ്ങൾ വളരെ വേദനയോടെയാണ് ഞാനൊക്കെ കേട്ടത്. ജിഷയുടെ കൊലപാതകം നടന്ന അതേ രീതിയിൽ തന്നെയാണ് സുധയുടെ മരണവും നടന്നിരിക്കുന്നത്. പണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സ്വാധീനത്തിൽ ആരൊക്കെയോ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ
സുധയ്ക്കും സുധയുടെ കുടുംബത്തിനും ലഭിക്കേണ്ട സ്വാഭാവിക നീതിയാണ് നിഷേധിക്കപ്പെടുന്നത്. ഈ കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് അന്വേഷിച്ചു. അങ്ങനെ ബോഡി അവിടെ നിന്ന് കണ്ടു, ബാഗ് വേറെ ഒരുപാട് ദൂരെ നിന്ന് കണ്ടെത്തു. അപ്പോൾ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ട്, അതുപോലെ മരണപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷേ ആ കുട്ടിയെ വല്ലാതെ ലൈംഗിക ചൂഷണം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, വായിച്ചാൽ മനസ്സിലാകുന്നത്. സുധയുടെ മരണത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പുഴയിലെ വെള്ളം ഉള്ളിൽ കയറുകയും ഇരുമ്പ് കമ്പി ശരീരത്തിൽ തറഞ്ഞതുകൊണ്ട് സംഭവിച്ച മരണമാണെന്നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുകയും അതിനകത്ത് എനിക്ക് തോന്നിയത് ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് സെക്സ്വൽ അബ്യൂസ് ആൻഡ് മർഡർ. അവിടെ ചെന്ന് എടുത്തു ചാടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് അവരെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം തന്നെ പിന്നെ കേടുപാടുകൾ സംഭവിച്ചതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശാസ്താംകോട്ട പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറും അതുപോലെ തന്നെ ഇവിടുത്തെ കൊട്ടാരക്കര DYSP ഒക്കെ ആയിട്ട് അന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പാലത്തിൻ്റെ പണിയാനുള്ള കമ്പി മേപ്പോട്ടിരുന്ന് പിന്നെ ആ കമ്പി ശരീരഭാഗങ്ങളിൽ കൊണ്ടതാണ് ഈ മുറിവുകളെന്നാണ് പറയുന്നത്. ആറ്റിൽ ഞങ്ങൾ തിരക്കിയപ്പോൾ ആറ്റിലെ കമ്പി വളഞ്ഞാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഫില്ലർ വന്നേക്കുന്നത് 3 സ്റ്റെപ്പായിട്ടാണ് അടിയിൽ നിന്ന് വാർത്ത് വന്നേക്കുന്നത്. ആ കമ്പി ഇങ്ങനെ വെച്ചേക്കുന്നത്, ഇങ്ങനല്ല ഇരിക്കുന്നത്. പിന്നെ ഒരാൾ പിന്നെ ഈ എടുത്തിടുമ്പോൾ ഈ കമ്പി ഫില്ലറിൻ്റെ കമ്പി വരുന്ന പറഞ്ഞാൽ പാലത്തിന് കവിഞ്ഞു പോകത്തില്ല, പാലത്തിനുള്ളിലേ നിൽക്കത്തുള്ളൂ. എടുത്തിടുമ്പോൾ മുമ്പോട്ടായാലും ആയം വരുന്നത്, പുറമോട്ടല്ലല്ലോ വരുന്നത്. എടുത്തിടുമ്പോഴും ആ പുറമോട്ടായം വന്നാലല്ലേ ഇതിനകത്ത് കയറത്തുള്ളൂ. ഈ പാലത്തിൻ്റെ കീഴിൽ ഇരിക്കുന്ന ആൾ എടുത്തിടുന്ന ആൾ കീഴിലോട്ടാണ് ആയിരുന്നത്, മുമ്പോട്ടല്ലേ ആഞ്ഞായിരുന്നു. പിന്നെ അങ്ങനെ ഈ കമ്പി കൊള്ളും. ആ കമ്പി കൊള്ളാൻ വേറെ ഒരു സ്ഥലമില്ല, ഇവിടെ ഭാഗത്തിലെ കമ്പി കൊള്ളാൻ സ്ഥലമുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഞാനിത് ക്രൈംബ്രാഞ്ച് ഓഫീസ് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളത് അന്വേഷിക്കട്ടെ, ആറ്റിൽ വെള്ളം കുറയട്ടെ. പെൺകുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ, വജന അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ, വജനയിൽ കൂടി ആന്തരിക അവയവങ്ങൾ പുറത്തേക്ക് ഹാർഡായ ഒരു ഒബ്ജക്റ്റ് വെച്ച് കുത്തി വലിച്ച് പുറത്തേക്കിടുകയും അത്തരത്തിലുള്ള സെക്ഷലായി ക്രൂരമായ പീഡനങ്ങളാണ് ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത്. മാത്രമല്ല വളരെ വിചിത്രമായി നമുക്ക് മനസ്സിലാക്കിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ 3ാമത്തെ ഫൈൻഡിങ്സ് ഇഞ്ചുറി പറയുന്നത് ഈ പെൺകുട്ടിയുടെ കൈയുടെയും 2 കൈകളും ബലമായി എന്തോ വസ്തു വെച്ച് കെട്ടുകയും കഴുത്തേൽ കെട്ടുകയും ആ ഇഞ്ചുറികൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈൻഡിങ്സ് എനിക്ക് ഒരു അഭിഭാഷക എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കുട്ടിയെ ബലമായി പിടിച്ച് കിടത്തി സെക്ഷലായി അബ്യൂസ് ചെയ്ത് ഹാർഡായ ഒരു ബ്ലണ്ട് ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ വെജിന വഴി കുത്തി കീറുകയായിരുന്നു ചെയ്തത്. ഇത് ശരിക്കും പെരുമ്പാവൂർ ജിഷ കൊലക്കേസിനോട് അതിൽ ജിഷയ്ക്ക് സംഭവിച്ച അതേ മാനറിസത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രത്തോളം ലൈംഗിക ചൂഷണം റെക്കോർഡ് ഉണ്ടായിട്ട് പോലും ആ തരത്തിലൊരു അന്വേഷണം വരുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, എങ്ങനെ ഇങ്ങനെ ആ കുട്ടിയുടെ പ്രൈവറ്റ് ഭാഗത്തൂടെ അങ്ങ് കുടൽ വരെ ഉള്ള വലിയ മുറിവുണ്ടായിരിക്കുക, അതൊന്നും അങ്ങനെ വെറുതെ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. കൊട്ടാരക്കര ജാസ്മിൻ എന്നുള്ളൊരു സ്ത്രീയുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടായി. എങ്ങനെ സൗഹൃദം ഉണ്ടായി നമുക്കറിയത്തില്ല എങ്ങനെയാണ്. അത് ബാങ്കിൽ വെച്ചാണ് നമ്മൾ അറിയുന്നത്. ബാങ്കിൽ എന്തോ അക്കൗണ്ട് എടുക്കാൻ ചെന്ന സമയത്ത് അങ്ങാണ്ട് സൗഹൃദമായത്. അങ്ങനെ അവരുടെ യൂറോപ്പിലാണ് ആലപ്പുഴയുള്ളൊരു എന്തോ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണോ, പ്രൈവറ്റ് കമ്പനി തന്നെ, കമ്പനി ചെന്നിട്ട് അവർ ജോലി ചേരുകയും അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് അവിടുന്ന് പുള്ളിക്കാർ വന്നിട്ട് തിരിച്ച് പോരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന സുധ മറ്റൊരു നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജോലി അന്വേഷണത്തിന്റെ ഇടയിലാണ് സുധ ജാസ്മിനുമായി പരിചയപ്പെടുന്നത്. ബാങ്കിൽ വെച്ചാണ് സുധ ജാസ്മിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. തുടർന്ന് അവർ തമ്മിലുള്ള സൗഹൃദം വളരുന്നു. ജാസ്മിൻ സുധയെപ്പറ്റിയും സുധയുടെ വീട്ടുകാരെ പറ്റിയും കൂടുതൽ അറിയുന്നു. ഈ കുട്ടിക്ക് കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് ഒരു
സ്ത്രീയാണ് ഈ കുട്ടിയെ ആലപ്പുഴയിലെ ഒരു വ്യവസായ സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി. ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ഈ പെൺകുട്ടിയെ ആലപ്പുഴയിലെ വ്യവസായ സ്ഥാപനത്തിൽ ജോലിക്കായി കൊണ്ടുപോകുന്നത്. നല്ലൊരു ജോലി വാഗ്ദാനം ചെയ്താണ് ജാസ്മിൻ സുധയെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നത്. കുടുംബത്തിലെ പ്രാരാബ്ധത്തിന് അറുതി വരുമെന്ന പ്രതീക്ഷയിൽ ജാസ്മിനെ കണ്ണുടച്ച് വിശ്വസിച്ചു സുധ. തുടർന്ന് അവിടെ വെച്ചാണ് ആ കുട്ടിയെ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിക്കാണ് മരണപ്പെട്ടു പോവുകയും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ഞങ്ങൾ ഈ കുട്ടി മിസ്സായതിനു ശേഷം, ഈ കുട്ടിയെ കണ്ടു കിട്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന സ്ത്രീയാണ് കൊണ്ടുപോയേക്കുന്നതെല്ലാം. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴായിരുന്നു, കമ്പനി ചെല്ലുമ്പോഴായിരുന്നു. തന്റെ കൂടെയുള്ള പുതിയ സുഹൃത്ത് ആരാണെന്നോ എന്താണെന്നോ അന്വേഷിക്കാതെ ജാസ്മിനുമായി സുധ കൂടുതൽ അടുപ്പത്തിലാവുന്നു. മുൻപരിചയം ഒന്നുമില്ലാത്തൊരു സ്ത്രീയോടൊപ്പം സുധ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ സുധയെ അത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടാവും. അവരുടെ ആൻറ്റിസിഡൻസിനെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് എന്തൊക്കെയോ ബന്ധങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിനകത്ത് വളരെ രസകരമായും വളരെ പ്രധാനപ്പെട്ടതായി മനസ്സിലായത്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ജാസ്മിൻ എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് അന്വേഷിക്കുകയോ അവരുടെ ബെയർബോട്ട്സ് അന്വേഷിക്കുകയോ അവർ എന്തിനാണ് ഈ ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഈ കുട്ടിയെ കൊണ്ടുപോയതെന്നോ ആലപ്പുഴ വ്യവസായ സ്ഥാപനത്തിലെ മുതലാളിയെ ചോദ്യം ചെയ്യുകയോ അതുകൂടാതെ ഈ കുട്ടിയുടെ ഫോൺ കാളുകൾ, ഫോൺ ഡീറ്റെയിൽസ് പരിശോധിക്കുകയോ ഔട്ട് ഗോയിങ് ഇൻകമിങ്ങും കാൾ ഡീറ്റെയിൽസ് പരിശോധിച്ച് യാതൊരു വിധമായ അന്വേഷണം നടത്തിയിട്ടില്ല. സുധയെ ആലപ്പുഴയിലേക്ക് ജോലിക്ക് കൊണ്ടുപോയ ജാസ്മിൻ എന്ന സ്ത്രീ ഒരു മികച്ച കഥാപാത്രം തന്നെയാണ്. ഈ കേസിൽ പ്രഥമദൃഷ്ട്യ സംശയത്തിന്റെ നിഴലാവുന്ന വ്യക്തിയും ഇവർ തന്നെയാണ്. പക്ഷേ പോലീസുകാർക്ക് ഇതുവരെയും ഇവരെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ആ സ്ത്രീയുടെ വെയർബോട്ട്സ് അന്വേഷിക്കുകയും അവരുടെ മുൻകാല ചരിത്രങ്ങൾ അന്വേഷിക്കുകയും അവരെന്തിനാണ് ഈ പെൺകുട്ടിയെ ആലപ്പുഴ കൊണ്ടുപോയത്, ആലപ്പുഴയും ഈ ജാസ്മിൻ എന്ന് പറയുന്ന സ്ത്രീയും ആലപ്പുഴയിലുള്ള വ്യവസായ സ്ഥാപനവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊന്നും യാതൊരു വിധമായ അന്വേഷണവും നടത്തിയിട്ടില്ല. ഒരുപക്ഷെ ആ രീതിയിലൊരു അന്വേഷണം നടത്തിയാൽ ഈ കേസിന് ഉതകുന്ന രീതിയിൽ ഈ കേസ് പ്രതിയെ കൃത്യം നടത്തിയ പ്രതിയെ കണ്ടെത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസ് അന്വേഷിച്ചാൽ പറഞ്ഞ് ഞങ്ങൾ പോയി തിരക്കി, അവരവിടെ സ്ഥലം മാറിപ്പോയെന്ന് കമ്പനിയിൽ നിന്ന്. കൊട്ടാരക്കര DSP ഓഫീസ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം, നിങ്ങൾ വണ്ടിയൊന്നും വിളിക്കേണ്ട, ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയെ പോകാം, അവിടെ പോയി സ്ത്രീയായിട്ട് സംസാരിക്കാം, നിങ്ങളെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കൊണ്ടുപോയില്ല, ഞങ്ങളെ അറിയിപ്പിച്ചില്ല. ആലപ്പുഴയിൽ സുധ ജോലിക്ക് നിന്ന സ്ഥാപനത്തിന്റെ ഉടമയെ ചോദ്യം ചെയ്യുകയോ സുധയുടെ ഫോൺ ഡീറ്റെയിൽസ് പരിശോധിക്കുക പോലും ചെയ്തില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ. നമ്മൾ ഈ കേസിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഉണ്ടായ അസ്വാഭാവികതകളെ സംബന്ധിച്ച് പോലീസിൽ പരാതി കൊടുക്കുകയും ശാസ്താംകോട്ട പോലീസ് തികച്ചും ഒരു അൺനാച്ചുറൽ ഡെത്ത് എന്നുള്ള രീതിയിൽ ഇതിനെ കാണുകയും തുടർന്ന് ജനരോഷവും നാട്ടിലെയും പ്രതിഷേധവും ആക്ഷൻ കൗൺസിലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോയപ്പോഴാണ് പോലീസ് ഇതിനകത്ത് കാര്യമായി ഒരു ഇടപെടാൻ ഒരു ചെറിയ ശ്രമമെങ്കിലും നടത്തിയത്. എന്നാൽ പോലും ഇതിനകത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ അനാസ്ഥയാണ് ഈ കേസ് തെളിയിക്കാത്തതെന്ന് ഞാൻ ബലമായി വിശ്വസിക്കുന്നു. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കിയത്, പോലീസ് ആരുടെയൊക്കെയോ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ഒരു പ്ലാൻഡ് ആയി ഈ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ ജീവന് വില പറയുകയാണ്. സുധയുടെ ശരീരം കണ്ടെത്തിയ പാലത്തിനടിയിലുണ്ടായിരുന്ന സ്ഥലം തെളിവെടുപ്പിന് മുമ്പേ തന്നെ തീയിട്ട് നശിപ്പിച്ചത് എന്തിനായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? ഇതെല്ലാം തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗം തന്നെയായിരുന്നു. ഞാങ്കടവ് പാലത്തിൻ്റെ തൊട്ട് താഴെ അപ്പുറത്തൊരു മുളങ്കാട്, ആ മുളങ്കാട് എന്നിട്ട് ഈ ഇത്രയും വർഷമായിട്ട് ആ മുളങ്കാട് തീയിടാത്ത ഈ സംഭവം നടന്നതിന് ശേഷം തീയിട്ടവിടെ തീയിട്ടപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഫോൺ വന്നു. ഞങ്ങൾ ഉടനെ DSP ഓഫീസിൽ വിളിച്ചു പറഞ്ഞു, സാർ ഇങ്ങനെ സംഭവം അവിടെ നടക്കുന്നതാണ്. ഈ ബോഡി കണ്ടതിന് തൊട്ട് 2 ദിവസത്തിനകം ആ കുറ്റിക്കാട് കത്തിച്ച് കളയുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ക്ലിയറായി എവിഡൻസ് നശിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാഗ് കിടന്നത് പുത്തൂരൊരു
ഇത് കനാലിൻ്റെ പാലത്തിൻ്റെ കീഴിലാണ് കിടന്നത്. ഇത് പുത്തൂർ സ്റ്റേഷനിൽ കിട്ടിയിട്ട് പുത്തൂർ സ്റ്റേഷനിൽ ഈ കുട്ടിയുടെ കേസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ് കൂടെ ഉണ്ട്, ഫോട്ടോ സഹിതം ഉണ്ട്. എന്നിട്ട് ഈ സ്റ്റേഷനിൽ ആരും ഞങ്ങളെ അറിയിപ്പിച്ചില്ല സംഭവം. ഞങ്ങൾ അറിഞ്ഞു കേട്ടാണ് അവിടെ ചെല്ലുന്നത്. ഈ കുട്ടിയുടെ ബോഡി തിരക്കി ഞങ്ങൾ ശാസ്താംകോട്ട ചെന്നിട്ടാണ് ഇവിടെ വന്നിട്ടാണ് ഈ ഇതുപോലെ ബാഗ് കിട്ടിയ ആരും അറിഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് ഒരു ബാഗ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു, ഇവിടെ ഉണ്ട്. അത് കിട്ടിയത് ഞങ്ങൾ ചെല്ലുമ്പോൾ അതിൻ്റെ തലേ ദിവസം അവർക്ക് കിട്ടി, എന്നിട്ട് പോലും ഞാൻ ഇവിടെ അറിയിപ്പിച്ചില്ല അത്. അപ്പം ഇവിടുന്ന് ചെന്ന ആൾക്കാരൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടത് അറിയിപ്പിച്ചില്ല, ഇത്രയും കേസിനകത്ത് കൊണ്ട് അവരെല്ലാം തുറന്നത് പരിശോധനയൊക്കെ നടത്തി. ഒരു കുട്ടിയുടെ എല്ലാ സാധനവും ഉണ്ട്, മൊബൈൽ മാത്രമില്ല. ബാഗിനെ സംബന്ധിച്ചോ ഈ പെൺകുട്ടിയുടെ മൊബൈലിനെ സംബന്ധിച്ചോ ആ സിം കാർഡിൻ്റെ ഡീറ്റെയിൽസിനെ സംബന്ധിച്ചോ യാതൊന്നും തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് ഇത്ര ആയിട്ട് പോലും ഈ കേസ് വന്നിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനോ എടുക്കാനോ അന്വേഷണം എന്തോ അന്വേഷണം നല്ല രീതിയിൽ നടത്താൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഇവരെ വരാണ്ട് റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ വരാണ്ട് കൊട്ടാരക്കര DSP ഓഫീസിലെ അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇത് കൊലപാതകമാണ് എന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ സാധ്യതയും തള്ളിക്കളയാനാവില്ല ഈ കേസിൽ. കേരളത്തിലേക്ക് ദിനംപ്രതി ജോലിക്കായി എത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറിയ പങ്കും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് നാടുവിട്ടു വരുന്നവരാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു കൊച്ചു കാര്യം പോലെ ഞാൻ കളയുക. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എത്രയോ കേസുകളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജിഷ വധക്കേസും പെൺകുട്ടികളെല്ലാം മരിക്കാനിടയാവുന്ന ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിൽ ഇപ്പോൾ പുതിയൊരു മോഡലിലേക്ക് പോവുക. ലൈംഗിക ചൂഷണം, കൂട്ട ബലാത്സംഗം പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ കുട്ടികളെ നിഷ്കരുണം കൊലപ്പെടുത്തി കളയുന്ന ഒരു സ്ഥിതിയിലേക്കാണ്. അതുമേൽ എന്തുകൊണ്ട് ഇങ്ങനെ നിഷ്ക്രിയമായിട്ട് ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഒന്നുകിൽ ഉന്നതമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഒരു ചെയിനായിട്ടുള്ള ആൾക്കാരുടെ എന്തോ വലിയ കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാകും അതിൻ്റെ അന്വേഷണം നടക്കാതെ പോയത്. തെളിവുകളൊന്നുമില്ലെങ്കിലും അന്വേഷണം ഫലപ്രദമായി തന്നെ നടക്കണം. അന്വേഷണം സത്യസന്ധമാകണമെങ്കിൽ സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിപ്പിക്കണം. നിലവിൽ ഇത് ഹൈക്കോടതിയെ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ അന്വേഷണ ഏജൻസിയെ മാറ്റുക. ഈ അന്വേഷണ ഏജൻസിയിൽ ഈ അന്വേഷണ ഏജൻസിയുടെ ടീം ലീഡർ അടക്കമുള്ള NA ബൈജു അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അടിമുടി മാറ്റി പുതിയൊരു അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചാൽ ഈ കേസിൽ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് ബലമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകൾ ഈ പെൺകുട്ടിയുടെ കുടുംബത്തോട് കാണിക്കുന്ന സ്വാഭാവിക നീതിക്ക് നിരക്കാത്ത പ്രവൃത്തികളാണ്. കയറി ഇറങ്ങി എൻ്റെ ഊപ്പാട് വന്നു DSP ഓഫീസിൽ. ലാസ്റ്റ് DSP ഒരു പ്രാവശ്യം ഇവിടെ വന്നു വീട് കാണാൻ. വീട് വന്നപ്പോൾ വീടെല്ലാം കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ സംഭവിച്ചതിനൊക്കെ ഞങ്ങളെല്ലാം അന്വേഷണം നടത്തുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, ഇതാണെന്ന് വീടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാ സാറേ വീടെന്ന് പറഞ്ഞു. ഇതിനകത്ത് എങ്ങനെ താമസിക്കും? ഞാൻ പറഞ്ഞു ഇതിനകത്ത് താമസിക്കുന്ന സന്തോഷമാണ് സാറേ, സന്തോഷമെന്ന് പറഞ്ഞു. പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, സ്റ്റേഷനിലോട്ട് പോവാ, 2 റൂമൊക്കെ ഇറക്കാനുള്ള പരിപാടി ഞാൻ ഒപ്പിച്ചു തരാം. ചെറുക്കന് എന്തോ ജോലി ഞാൻ പറഞ്ഞു ചെറുക്കൻ ഏതായാലും വണ്ടിയിൽ ഉച്ചയൊരു വണ്ടിയിൽ ഇങ്ങനെ ഓടാൻ പോവാം, അവൻ അങ്ങോട്ട് വിടാം, അവൻ എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊക്കെ അനുമാനിക്കേണ്ടത് ഇതിനകത്ത് ബാഹ്യമായ വലിയ ശക്തികൾ ഇടപെടുന്നുണ്ട്. ഒരു പിതാവിൻ്റെ രോദനത്തിന് മറുപടിയില്ലാത്ത അവസ്ഥയാണ്. എന്താ സംസാരിക്കണം എനിക്കൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തവർ വെറുതെ കൊടുക്കുന്നു. എല്ലാവരും കഴിയണം. എൻ്റെ കുഞ്ഞില്ല, അതേ എനിക്ക് കഷ്ടം. എന്താ പറയണം, ഇതിനെ കൊണ്ടുപോകുന്നില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ സമൂഹത്തിലെ ചില വ്യക്തികൾ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ, അതിലുപരി സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റം, എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സ്വാധീനത്തിൽ തങ്ങളെ ആർക്കും ശിക്ഷിക്കാനാകില്ല എന്ന അഹങ്കാരം, തെറ്റ് ചെയ്താൽ അതെത്ര വലിയവനാണെങ്കിലും ശിക്ഷ അനുഭവിക്കണം. സുധയുടെ മരണത്തിന്റെ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, കൊണ്ടുവന്നേ പറ്റൂ. ശേഷം ഇനി നാളെ രാത്രി 10:30